നമസ്കാരം. മലപ്പുറം ജില്ലയിലെ ഏറെ പ്രഗത്ഭമായ ഒരു പഞ്ചായത്താണ് കോഡൂർ പഞ്ചായത്ത്. ആ കോഡൂർ പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ, 3-ാം വാർഡിലെ വാർഡ് മെമ്പർ KT റബീബുമായാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ KT റബീബുമായി സംസാരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഒരു പ്രത്യേകതരം ഒരു വികസന പ്രവർത്തനം എവിടെയും കാണാത്ത ഒരു സംഭവം ഈ വാർഡിനും വേണ്ടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് റബീബുമായി തന്നെ സംസാരിക്കാം. റബീബ് എന്താ ഒരു യാത്ര നടത്തുന്നുണ്ടല്ലോ, അതിനെ പറ്റിയാണ് നമുക്ക് ചോദിക്കാറുള്ളത്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വാർഡിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ടു എല്ലാ വീടിനെയും 2, 3, 4, 5 പ്രാവശ്യമൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ജയിച്ചിട്ട് ഒരു വട്ടം കൂടി എല്ലാവരും പോയിട്ട് മിഠായി കൊടുത്തിട്ടൊക്കെ സന്തോഷം പങ്കിട്ട് പോകുന്നു. പിന്നീട് നമ്മൾ എത്ര ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും, എത്ര വാർഡിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും എല്ലാ വീട്ടിലെത്താൻ അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ 2.5 വർഷം പിന്നിട്ട ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, 2.5 വർഷം പിന്നിട്ട് അപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ നീണ്ടുപോയി ഇപ്പോൾ 3 വർഷം ആകാനായി. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, എല്ലാ വീട്ടിലേക്കും ഒരു വട്ടം പോവുക, നമ്മുടെ ഫീഡ്ബാക്ക് എടുക്കുക. അതേപോലെ എന്തൊക്കെയാണോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വികസനത്തിന് 2 വർഷം കൂടി നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ബാക്കി വെച്ചിട്ടുള്ള എന്തെങ്കിലും വികസനങ്ങളാണ് വേണ്ടത്. ഈ 3 വർഷം എൻ്റെ അനുഭവങ്ങൾ മീൻസ് വാർഡ് മെമ്പർ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ എങ്ങനെ അനുഭവിച്ചു എന്നുള്ളത്, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഞാൻ ചെയ്യാത്തതുണ്ടോ എന്നൊക്കെ നേരിട്ട് ആളുകളോട് ചോദിച്ചറിയുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് വാർഡ് വികസന യാത്ര എന്നുള്ള ഒരു പുതിയ സംഭവമാണ് റബീബ് ഈ വാർഡിൽ കൊണ്ടുവരുന്നുണ്ട്. ജനങ്ങളുമായി സംബന്ധിക്കാൻ മറ്റുള്ള ഒരു വാർഡിലോ ഒരു പഞ്ചായത്തിലോ ഒന്നും കാണാത്ത ഒരു പ്രത്യേകതര യാത്രയാണ് ഈ വാർഡിൽ റബീബ് നമുക്ക് കാഴ്ചവെക്കുന്നത്. എന്താണ് വാർഡ് വികസന യാത്ര? നമ്മൾ ഒരു പഞ്ചായത്തിൽ, അതും ഒരു ചെറിയൊരു വാർഡിൽ റബീബിന്റെ വോട്ടർമാരോട് നമ്മൾ ശരിക്ക് അവിടെ വോട്ട് ചോദിച്ച് ആ വോട്ട് ചെയ്ത് പിന്നെ ഒരു മുട്ടായി വിതരണമൊക്കെ നടത്തി പിന്നെ അവിടുന്ന് പോരലാണ് സാധാരണ എല്ലാ വാർഡിലും എല്ലാ വാർഡ് മെമ്പർമാരും ചെയ്യാറ്. പക്ഷേ റബീബ് ഈ 2 വർഷം, ഇനി ഒരു 2 വർഷം പാടെ ഉള്ളത്, ഈ 2 വർഷം ഉള്ള ഈ സാഹചര്യത്തിലാണ് ഒരു വട്ടം പാടെ പോയിട്ട് അവർക്ക് വേണ്ടതൊക്കെ വേണ്ടതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഇങ്ങനെ പോകുമ്പോ നെഗറ്റീവുകൾ കിട്ടൂല റബീബിന്? ഉണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ചില സംഗതികളൊക്കെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളൊരു പരാതി പലത് വരുന്നുണ്ട്. അപ്പൊ നമ്മള് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് അനൗൺസ്മെന്റ് നടത്താറോ അല്ലെങ്കിൽ എല്ലാ വീട്ടിലും കയറിയാണ് ചില കാര്യങ്ങൾ പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ ഇത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് അയക്കല്. അപ്പോൾ ചില വീട്ടിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉപ്പയക്കാരുണ്ടാവുക, അല്ലെങ്കിൽ ഏട്ടന്മാരെക്കാരുണ്ടാവുക. പക്ഷെ അവരുടെ വീട്ടിൽ ഇത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ നമുക്ക് നേരിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ അറിയാത്തത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, മെമ്പറും അവരും തമ്മിലുള്ള നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പൊ അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, അവർ ആഡ് ചെയ്യും. അങ്ങനെയൊക്കെ. അപ്പൊ ഇതിപ്പോ കഴിഞ്ഞ 30-ാം തീയതി തുടങ്ങിയതാണ്. ഇപ്പൊ ഇന്ന് 16 അപ്പോ എന്ന് കഴിയും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. നമ്മൾ വിചാരിച്ചിരുന്നത് ഏകദേശം 1 മാസത്തിനുള്ളിൽ എല്ലാ വീട്ടിലേക്ക് എത്തണം എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്ക് നട്ടുച്ച സമയത്ത് അല്ലെങ്കിൽ ആളുകൾ കട തുറക്കുന്ന സമയത്തൊന്നും ഇലക്ഷൻ സമയത്ത് പോകുന്ന പോലെ നമുക്ക് പോകാൻ കഴിയില്ല. രാവിലെ കുറച്ച് സമയം, വൈകുന്നേരം കുറച്ച് സമയം നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. പിന്നെ നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും നമുക്കുണ്ടല്ലോ. അപ്പൊ നമ്മൾ 1 മാസം കൊണ്ടാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഓരോ വീട്ടിലും ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ വർക്ക് പോലെയല്ല, ഒരുപാട് സമയം നമുക്ക് വീട്ടിൽ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ചില വല്യമാരെയൊക്കെ കാണുമ്പോൾ കൂടുതൽ സമയം അവർ ജിരിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു സംസാരിക്കാൻ ഒരാൾ എന്നുള്ള നാട്ടിലെ മൊത്തം കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സമയം നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിത് 1 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും തോന്നില്ല. ഏകദേശം ഒരു 2 മാസത്തോളം എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ഏകദേശം അറൗണ്ട് ഒരു 35% വീടുകളിൽ നമ്മൾ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇപ്പൊ 35% വീടുകൾ പോയി കഴിഞ്ഞപ്പോ റബീബിന് എന്താ പറയാനുള്ളത്? എന്താണ് ഈ ഒരു പ്ലാനിങ് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നു? വലിയ ഗുണമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫീൽഡിൽ നമ്മളെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ എന്തെങ്കിലും മുഷിപ്പുണ്ടാവും, നമ്മൾ ഡയറക്റ്റ് ചോദിക്കുകയാണ്. അപ്പൊ ഉണ്ടെങ്കിലും അവർ തുറന്ന് പറയും, നമ്മളെ പറ്റിയുള്ള ഗുണങ്ങൾ അവർ പറയും. നമുക്ക് തന്നെ ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ അവർ കാണിച്ചു തരും, ഇത് അജ്ജ് തന്ന കോഴികളാണ്, ഇത് കാണിച്ചു തരും, ജന്ന് തന്ന തയ്യാണ്, അത് ഇത്ര ഇതായി എന്നൊക്കെ കാണിച്ചു തരും. അത് ഇന്നത് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഗുണം കിട്ടിയിട്ടോ അങ്ങനെ പറയും. ഇന്നത് ഇന്നേ കൂടി ഉൾപ്പെടുത്താമായിരുന്നു, ഇന്ന പദ്ധതിയിൽ ഇന്നേ കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്നൊക്കെയുള്ള ഫീഡ്ബാക്കുകൾ പറയുമ്പോൾ നമുക്ക് അടുത്ത വർഷം നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ശരിക്കും നമുക്ക് ഗൃഹസമ്പർക്കം വളരെ അനിവാര്യമാണെന്നുള്ളതാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ കഴിയുള്ളൂ. അപ്പോൾ ഏറ്റവും
നാട്ടുകാർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, വീട്ടിൽ പോയിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എല്ലാ ആളുകളും എല്ലാം പറഞ്ഞോളന്നില്ല. ചില ആളുകളൊക്കെ റോട്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മളെ വിഷയങ്ങൾ പറയും, ഫോൺ വിളിച്ച് പറയും. പക്ഷേ ചില ആളുകൾ ഒന്നും മിണ്ടില്ല. അപ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ വിഷമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരപ്പോൾ പറഞ്ഞു തുടങ്ങും. അതിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ചെയ്തു കൊടുത്ത് മുന്നേറിയിട്ടുണ്ടെങ്കിൽ അതന്നെയല്ലേ പൊതുപ്രവർത്തകൻ ഒരു വാർഡ് മെമ്പറെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അത് നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു സംതൃപ്തി ഭയങ്കരമായിട്ടുണ്ട്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുവെച്ചെങ്കിൽ ഇതിൽ വീട് സന്ദർശനം അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഗൃഹസമ്പർക്കം മാത്രമല്ല, ഇതിൽ അയൽക്കൂട്ട സംഗമങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വാർഡിൽ 12 അയൽക്കൂട്ടങ്ങളുണ്ട്. ഈ അയൽക്കൂട്ടങ്ങൾ എല്ലാ മാസവും 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ വെച്ച് കൂടാറുണ്ട്. അപ്പോൾ ഈ കൂടുന്ന സമയത്ത് എനിക്കൊരിക്കലും നമ്മളൊരു അങ്ങോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് അടുത്തൊരു കൂടൽ കൂടുമ്പോൾ ഈ യാത്രക്കിടയിൽ അവർ ഇനി അടുത്തൊരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യണം, എന്നെ കൂടി വിളിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവർ ഒരു ഫുൾ ഫ്ലഡ്ജാണ് കൂടുക, ഫുൾ കോറം അവർ കൂടും. ഇപ്പോൾ ഞാനൊരു 4-5 അയൽക്കൂട്ടങ്ങൾ ഓൾറെഡി പോയി കഴിഞ്ഞു. നല്ല ഫീഡ്ബാക്കാണ്. കാരണം വെച്ചാൽ അവരോട് ഡയറക്റ്റായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും, നമ്മളെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നുള്ളതിനെ പറ്റി. അവരുടെ ആശയങ്ങൾ എന്ത് ചെയ്യും, അവർ പറയുകയും ചെയ്യും. വളരെ കാതലായിട്ടുള്ള, ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ അടുത്ത് നടത്താൻ പോകുന്ന ഒരു വികസന പ്രവർത്തനം ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും കാതലായിട്ടൊരു സാധനമാണ്. പക്ഷേ നമ്മളെ ശ്രദ്ധയിൽ പെടാതെ പോയ ഒരു സംഗതി അയൽക്കൂട്ടത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഈ അയൽക്കൂട്ട സംഗമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ഉണ്ടാണ്ട്, പക്ഷെ നമുക്ക് എത്തിയിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. അത്തരം സംഗതികളൊക്കെ അവരെടുത്ത് നിന്ന് അടുത്ത വികസന പ്രവർത്തനം എന്താണെന്നുള്ളത് ശരിക്കും കിട്ടുക ഈ അയൽക്കൂട്ട സംഗമങ്ങളിൽ നിന്നാണ്. അത് നടക്കുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള മീറ്റിങ്ങുകൾ വിളിക്കാനുള്ള തീരുമാനങ്ങളുണ്ട്. ഇങ്ങനെ പരാതിയായിട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ട്. അപ്പോൾ അതൊക്കെ യാത്രയുടെ ഭാഗമായിട്ട് ഇത് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു പാർട്ടി റിപ്പോർട്ടിംഗ് പോലെ ഉണ്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞ മീറ്റിംഗ് കൂടിയപ്പോൾ എത്ര വീട് പോയി എന്നൊക്കെ പാർട്ടി ചോദിച്ചു, അതിൻ്റെ ഫീഡ്ബാക്ക് എന്താ ചോദിച്ചു. അപ്പോൾ അത്തരം സംഗതികൾ അതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്നുണ്ട്. വോട്ട് ചേർക്കൽ നടക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് നമുക്കറിയാം ഇന്നയാൾക്ക് വോട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് വോട്ടുകൾ നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു വോട്ട് ചേർക്കേണ്ട ദിവസമായിരുന്നല്ലോ 2 ദിവസം മുമ്പ് വരെ. ആ ദിവസം വരെ നമുക്ക് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത് നമ്മളെ വാർഡാന്ന് പറയാൻ കഴിയും. അതൊക്കെ ഈ യാത്രയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇങ്ങനെ ഒരു ആശയം റബീബിനുണ്ടായപ്പോൾ അത് പഞ്ചായത്തുമായി സംസാരിച്ചില്ല. അപ്പോൾ നമ്മളെ പ്രസിഡന്റൊക്കെ എന്ത് ചെയ്യുന്ന അഭിപ്രായം, മറ്റുള്ളവരൊക്കെ എന്താണ്, നമ്മളെ സഹപ്രവർത്തകർ എന്ത് ചെയ്യുന്ന ഓലൊക്കെ അഭിപ്രായം? ഞാൻ ആദ്യം ഇത് നേരെ പാർട്ടിയുടെ മുമ്പിലാണ് വെച്ചത്. ഞാൻ UDF മെമ്പറാണല്ലോ. അപ്പോൾ നമ്മൾ ലീഗ് കമ്മിറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ആശയം നമ്മൾ വച്ചപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് കിട്ടിയത്. എന്തായാലും ഇത് നടത്തിക്കോ, സർവ്വ പിന്തുണയും നമ്മുടെ യൂത്ത് ലീഗിന്റെ അടുത്തൊക്കെ 100% ഇതിന്റെ ഒരു പിന്തുണ നമ്മൾ തരാം. എന്തെങ്കിലും ആവശ്യങ്ങൾ ഈ വഴിയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നിറവേറ്റി തരാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള ആദ്യം പാർട്ടിയുടെ അടുത്ത് നല്ല പിന്തുണ കിട്ടി. പിന്നീട് ഞാൻ പ്രസിഡന്റിനെ വിഷയം അറിയിച്ചു. അപ്പോൾ അവർ നല്ല പോസിറ്റീവായിട്ട് ഇത് മാതൃക ആക്കേണ്ടതാണ്, എല്ലാവരും ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. ഈ പഞ്ചായത്ത് കമ്മിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും നമ്മുടെ ശാഖാ കമ്മിറ്റി ആണെങ്കിലൊക്കെ എന്ത് ചെയ്തത് നമുക്ക് വലിയൊരു മോട്ടിവേഷനാണ് എന്ത് ചെയ്തത് തന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ അത്ര ഒരു സിമ്പിൾ പ്രോസസ് അല്ല. എല്ലാ വീട്ടിലേക്കും എല്ലാവരുടെയും കാര്യങ്ങളും ഒരുപാട് സമയം നിന്ന് സംസാരിച്ച് തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പ്രോസസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന വലിയ റിസ്കിന് നല്ല അംഗീകാരം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനൊരു ആശയം, ഇങ്ങനൊരു യാത്ര ആശയം എങ്ങനെ റബീബിന് കിട്ടി? കാരണം ഇപ്പൊ നമ്മളെ മുഖ്യമന്ത്രിന്റെ ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ, എന്താണ്, ഇങ്ങനെ ഒരു ആശയം കിട്ടിയത്? അത് വലിയ രസമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇത് ഈ നവകേരള സദസ്സ് യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് കോപ്പി അടിച്ചോണം. അല്ല, നേരത്തെ നമസ്കാരം കാണിച്ചതല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഏകദേശം ഒരു വർഷമായി നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ 2.5 വർഷം തികയുന്ന സമയത്ത് എല്ലാ വീടുകളിലും പോയിട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഈ വിഷയത്തെ ചെയ്യണം എന്നുള്ളത്, വാർഡ് മെമ്പറായിട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യാത്ര നടത്തണം എന്നുള്ളതും ജനങ്ങളെ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളതും നമുക്ക് 1-2 അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലേക്കും ഒന്ന് പോകണം എന്നുള്ളത് ഞാൻ ഓൾറെഡി മനസ്സുകൊണ്ട് വിചാരിച്ചതും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടത്തിയതാണ്. പക്ഷെ അത് നടത്തി അപ്പോൾ ചില ഘട്ടങ്ങളെ കൊണ്ട് പല കാര്യങ്ങളെ കൊണ്ട് നമുക്ക് നീണ്ടു പോയിട്ട് ഇപ്പം നവകേരള ദാസിന്റെ നടുവിൽ വന്നപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് അതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതല്ല, നമ്മളത് ഇതിനെ മുമ്പേ ചിന്തിച്ചിരുന്ന ഒരു സംഗതിയാണ്. എനിക്ക് സ്വന്തമായിട്ട് തോന്നിയ ഒരു ആശയം തന്നെ, സ്വന്തമായി തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഏതായാലും റബീബിന്റെ ഈ യാത്ര നമ്മളെ ജില്ലക്കും പ്രത്യേകിച്ച് കൂടൂർ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാർക്കും അല്ലഞ്ഞാൽ മറ്റുള്ള ഭരണസമിതി അംഗങ്ങൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ എവിടെയും കാണാത്ത, നമ്മൾ കേരളത്തിൽ തന്നെ പത്രമാധ്യമങ്ങളിലൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഒരു ചെറിയൊരു വാർഡിൻ്റെ മെമ്പർ ഇങ്ങനത്തെ ഒരു യാത്ര നടത്തുന്നുണ്ടും. കാരണം നമുക്ക് ആർക്കായാലും ഈ വീടുകൾക്ക് ചെന്നാൽ എന്തായാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയാനുണ്ടാവും, നമുക്കൊക്കെ ആയാലും.
അപ്പോൾ അതൊക്കെ സഹിച്ച്, കാരണം പിന്നെ അവരെ കണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ അത് എല്ലാ മെമ്പർമാർക്കും അത് ഒരു പ്രചോദനമാണോ, അല്ലെങ്കിൽ എല്ലാ ഇങ്ങനത്തെ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ആളുകളും ഒരു മാതൃകയാവണമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് റബീബിൻ്റെ ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.